നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായി തന്നെ ഒരു ലക്ഷ്യസ്ഥാനവും പിഴയ്ക്കാതെ ഇന്ത്യ നടത്തിയ ഒരു അറ്റാക്ക്. അതിനെക്കുറിച്ച് ഇന്ത്യയിലുള്ള നമ്മുടെ പല സൈനിക മേധാവിമാരും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള യുദ്ധവിദഗ്ധരടക്കം പലപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ വാർത്തകളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 100 ദിവസത്തോളം പിന്നിടുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ വീണ്ടും തലപൊക്കുന്നതിന് ഉദാഹരണമായി അവിടുത്തെ സൈനിക മേധാവിയും പാക് പ്രധാനമന്ത്രിയൊക്കെ തന്നെ ഇന്ത്യയെ നോക്കി പലതരത്തിലുള്ള വെല്ലുവിളികൾ മുഴക്കുന്നുണ്ട്. ഏതായാലും അവർക്കൊക്കെ തന്നെ നാക്കുകൊണ്ടുള്ള വെല്ലുവിളികൾ മാത്രമാണ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയോട് നിന്ന് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള കഴിവ് ഇപ്പോഴും പാകിസ്ഥാനില്ല. അതിന് ഇന്ത്യ അങ്ങോട്ടൊന്ന് പ്രകോപനപരമായിട്ട് എന്തെങ്കിലും ചെയ്താൽ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാകിസ്ഥാനെ മുട്ടിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഏതായാലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന ഇന്ത്യയുടെ വാദത്തെ പിന്തുണച്ച് രാജ്യാന്തര സൈനിക വിദഗ്ധരാണ് രംഗത്ത് വരുന്നത്. 5 പാക് വ്യോമസേനാ ജെറ്റുകളും ഒരു വ്യോമസേന മുന്നറിയിപ്പ് വിമാനവും ഇന്ത്യൻ വ്യോമസേന തകർത്തുവെന്നാണ് എയർ ചീഫ് മാർഷൽ AP സിംഗിന്റെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ സൈനിക വിദഗ്ധർ പുറത്തുവിട്ടത്. 72 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർന്നതിന്റെ തെളിവുകൾ ലഭിച്ചതായാണ് ഓസ്ട്രിയ ആസ്ഥാനമായുള്ള സൈനിക വിദഗ്ധൻ ടോം കൂപ്പർ പറഞ്ഞത്. 5 പാകിസ്ഥാൻ വിമാനങ്ങൾ മാത്രമല്ല, അതിൽ കൂടുതൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിന്റെ തെളിവുകൾ ഞങ്ങൾ കണ്ടു. പാകിസ്ഥാൻ വിമാനങ്ങൾ നിലത്ത് തകർന്നു കിടക്കുന്നതിന്റെ തെളിവുകളാണ് ഞങ്ങൾ കണ്ടെത്തിയത്. മെയിലാണ് ഈ തെളിവുകൾ ലഭിച്ചത്. എന്നാൽ ആ ഘട്ടത്തിൽ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നോ ഇന്ത്യൻ സർക്കാരിൽ നിന്നോ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല എന്നാണ് NIക്ക് നൽകിയ അഭിമുഖത്തിൽ കൂപ്പർ പറഞ്ഞിരിക്കുന്നത്. കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈൽ ഉപയോഗിച്ചാണ് യുദ്ധവിമാനം വെടിവെച്ചിട്ടതെന്നും കൂപ്പർ പറയുന്നു. 300 കിലോമീറ്റർ ദൂരെ നിന്ന് കൃത്യതയോടെ വെടിവെച്ചിട്ടു എന്നത് ചരിത്ര നേട്ടമാണെന്നും വ്യോമസേനയുടെ അസാധാരണ നേട്ടത്തെ പ്രശംസിക്കുന്നതായും കൂപ്പർ പറഞ്ഞു. യുക്രൈൻ റഷ്യ സംഘർഷത്തിനിടെ പോലും 200 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് മാത്രമേ ശത്രുവിന്റെ വിമാനത്തെ വെടിവെച്ചിട്ടുള്ളൂ എന്നും കൂപ്പർ ചൂണ്ടിക്കാട്ടി. S-400 സർഫസ് ടു എയർ മിസൈൽ സംവിധാനം ഇന്ത്യ കൃത്യമായി വിനിയോഗിച്ചെന്നും കൂപ്പർ പറയുന്നു. 4 ദിവസം മുമ്പ് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വെളിപ്പെടുത്തി വ്യോമസേനാ മേധാവിയും രംഗത്ത് വന്നിരുന്നു. ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ നമ്മുടെ പല സൈനിക മേധാവികളും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രിസിഷൻ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. കൃത്യമായിട്ട് ഇന്ത്യയുടെ കയ്യിൽ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇന്ത്യ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ 5 യുദ്ധവിമാനങ്ങളും ഒരു വലിയ വിമാനം വെടിവെച്ചിട്ടെന്നാണ് അന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് വെളിപ്പെടുത്തൽ നടത്തിയത്. ഏതായാലും ഇതാദ്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ ആക്രമണം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നത്. ബാംഗ്ലൂരിൽ ഒരു പൊതുചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നാശനഷ്ടമാണ് ഓപ്പറേഷൻ സിന്ദൂറിലേതെന്നും എയർ ചീഫ് മാർഷൽ അറിയിച്ചിരുന്നു. 5 യുദ്ധവിമാനങ്ങൾ എലിറ്റ് വിമാനമോ അല്ലെങ്കിൽ ഒരു AEW&C വിഭാഗത്തിൽപ്പെടുന്ന ഒരു വലിയ വിമാനം മുന്നറിയിപ്പുകൾ നൽകാൻ ഉപയോഗിക്കുന്നതാണ് എന്നിവയാണ് വ്യോമസേന വെടിവെച്ചിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ ഷഹബാസ് ജേക്കാബാദ് എയർഫീൽഡിലെ ഒരു F-60 ഹാങ്ങർ ഭാഗികമായി തകർക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം അത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വിമാനങ്ങൾക്കും ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കാനും ഇടയുണ്ട്. മുറീദ്, ചാക്ലാല തുടങ്ങിയ 2 കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളിലും ആക്രമണം നടത്തി. A-60 എയർക്രാഫ്റ്റുകൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന ഇടമാണിത്. 80 മുതൽ 90 മണിക്കൂർ വരെ നീണ്ടുനിന്ന ഒരു ഹൈടെക് ഇന്ത്യ പാക് സംഘർഷം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാനെ ചർച്ചകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചതെന്നും വ്യോമസേനാ മേധാവി അവകാശപ്പെട്ടു. 80 മുതൽ 90 മണിക്കൂർ വരെ നീണ്ടുനിന്ന യുദ്ധത്തിൽ പാകിസ്ഥാനിൽ വലിയ നാശം വിതയ്ക്കാൻ കഴിഞ്ഞു. ഇനിയും പ്രകോപനത്തിന് മുതിർന്നാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് DGMO തല ചർച്ചകൾക്കും പാകിസ്ഥാൻ മുതിർന്നത്. ചർച്ചകൾക്ക് താൽപ്പര്യമുണ്ടെന്ന സന്ദേശം ലഭിച്ചിരുന്നുവെന്നും വ്യോമസേന മേധാവി അടിവരയിടുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ താൻ ഇടപെട്ടിരുന്നുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഒരിക്കൽ കൂടി തള്ളുന്നതാണ് വ്യോമസേന മേധാവിയുടെ ഈയൊരു വെളിപ്പെടുത്തൽ. ഇന്ത്യയിലെ ഭരണാധികാരികളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായകമാണെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. സൈനിക നീക്കങ്ങളുടെ വിജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയായിരുന്നു. ദൗത്യത്തിന് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ചുമത്തിയിരുന്നില്ല. ദൗത്യം ആസൂത്രണം ചെയ്യാനും പ്രഹരത്തിന്റെ ശേഷി തീരുമാനിക്കാനും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെന്നും വ്യോമസേനാ മേധാവി ചൂണ്ടിക്കാട്ടി. അതേസമയം തന്നെ നാളെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുകയാണ്. രാജ്യം അതിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു.
നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് തുടർച്ചയായ 11ാം വർഷവും രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് 100 ദിവസം പിന്നിട്ട വേളയിലാണ് സായുധ സേനയുടെ വിജയത്തിലുള്ള ആദര സൂചകമായി ചെങ്കോട്ട ഓപ്പറേഷന്റെ തീമിലാണ് അലങ്കരിക്കുക. ചെങ്കോട്ടയുടെ ചുവരുകളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വലിയ ലോഗോകൾ ഉണ്ടാകും. പരിപാടിയുടെ ക്ഷണക്കത്തുകളിൽ എഞ്ചിനീയറിംഗ് നേട്ടത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും പ്രതീകമായ ചെനാബ് റെയിൽവേ പാലത്തിന്റെ ചിത്രത്തോടൊപ്പം ഈ ലോഗോയും ഉണ്ടാകും. ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയും ത്യാഗവും പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിലെ പ്രകടനങ്ങളും പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസംഗം ചരിത്ര പ്രാധാന്യമുള്ളതാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്ത്യയുടെ ആഗോള കാഴ്ചപ്പാട്, അന്താരാഷ്ട്ര പങ്കാളിത്തം, രാജ്യത്തിന്റെ സുരക്ഷയിൽ സായുധ സേന വഹിക്കുന്ന നിർണായക പങ്ക് എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സൂചനയുണ്ട്. പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾക്ക് വലിയ പ്രഹരമേൽപ്പിച്ച അതിർത്തി കടന്നുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഭീകരവിരുദ്ധ നീക്കത്തിൽ സൈനികർ കാണിച്ച ധീരതയെ പ്രധാനമന്ത്രി പ്രശംസിക്കും. പതാക ഉയർത്തുന്ന ചടങ്ങിൽ വ്യോമസേന ഹെലികോപ്റ്ററുകൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചിഹ്നവുമായി ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറക്കും. 21 ഗൺ സല്യൂട്ട് തദ്ദേശീയമായി നിർമ്മിച്ച 105 mm പീരങ്കികൾ ഉപയോഗിച്ചായിരിക്കും. രാജ്യത്തുടനീളമുള്ള സൈനിക ബാൻഡുകൾ 100 നഗരങ്ങളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ച് ഓപ്പറേഷന്റെ 100ാം ദിവസം ആഘോഷിക്കും. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമായും സായുധ സേനയുടെ ധീരതയ്ക്കുള്ള ആദരമായും ഈ പരിപാടി മാറും. ഇത് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ അവർക്കുള്ള പങ്ക് ഊട്ടിയുറപ്പിക്കും. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരർ 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിന് മറുപടിയായി മെയ് 7-നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഭീകരരുടെ താവളങ്ങൾ തകർക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന ലക്ഷ്യം. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകാനുള്ള തീരുമാനവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് നടപടികളിലൂടെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം യൂണിയൻ ടെറിട്ടറിയുടെ ഗവർണറാണ് നൽകിയത്. മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗവും രാജ്യത്തിന്റെ അജണ്ട നിശ്ചയിക്കും. ഏതായാലും ഒരുപാട് സവിശേഷതകൾ ഉള്ളതാണ് ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷം. അത് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിർവഹിക്കും.